മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിൽ 6ാം ദിനവും സമാധാന സാധ്യത തെളിയുന്നില്ല. ഇറാനെതിരെ ഇസ്രയേലും യുഎസും ആക്രമണം തുടരുകയാണ്. ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഇറാനും തുടരുന്നു. പി ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. പി ജെയിംസ്, സമാധാന സാധ്യത എവിടെ നിന്നെങ്കിലും ഉണ്ടാകുമോ എന്നത് കാതോർത്തിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്കാണ്. ചർച്ചയ്ക്കില്ല എന്ന നിലപാട് ഇറാൻ ആവർത്തിക്കുന്നത് എത്രമാത്രം ആശങ്ക നിലനിൽക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അസീത, ഒരു സമാധാനത്തിനുള്ള സാധ്യതകളൊന്നും ഈ അടുത്തൊന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഒരു എക്സ്റ്റെൻഡഡ് വാർ, കൂടിയ ഒരു യുദ്ധത്തിന് തങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടെന്ന് അവരുടെ സംയുക്ത സേനാ മേധാവി ഡാൻ കെയ്ൻസ് തന്നെ ഈ മണിക്കൂറുകളിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രംപ് പറഞ്ഞത് 4 ആഴ്ച യുദ്ധമെന്നാണ്. അതിനൊരു കാരണമുണ്ട്. ഒരുപക്ഷെ US കോൺഗ്രസ് ട്രംപിന്റെ ഈ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ യുദ്ധം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടാൽ 30 ദിവസത്തിനുള്ളിൽ എല്ലാ സൈനികരെയും പിൻവലിക്കേണ്ടി വരും. അത് പേടിച്ചിട്ടാണ് 30 ദിവസം എന്ന് പറഞ്ഞത്. ഇപ്പോൾ അവർ പറയുന്നു 100 ദിവസമെങ്കിലും യുദ്ധം നീണ്ടുപോകുമെന്ന് പറയുന്നു. അങ്ങനെ വേണ്ടി വന്നാൽ അതിനുള്ള ആയുധങ്ങൾ അമേരിക്കയുടെ കയ്യിലുണ്ടെന്ന് പറയുന്നത് അവിടെ സംയുക്ത സേനാ മേധാവിയാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അസിതാബ്, അവിടെ ലോക്ഹീഡ് മാർട്ടിൻ, RTX തുടങ്ങിയിട്ടുള്ള വമ്പൻ ലോകത്തിലെ ആയുധ കച്ചവട കമ്പനികളുമായി തിരക്കിട്ട ചർച്ച ഇന്നലെ നടക്കുകയായിരുന്നു അമേരിക്കയിൽ. വലിയ കമ്മീഷൻ ഇതൊക്കെയുള്ള പരിപാടികളാണ്. എന്നാലും ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള കൂടുതൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അത് വാങ്ങാനുമുള്ള ചർച്ചകളാണ് നടന്നത്. ആയുധ കച്ചവടക്കാർ ത്വര പിടിച്ച് കിടക്കുകയാണ്, മനുഷ്യരെ കൊന്നൊടുക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇറാനിയൻ യുദ്ധക്കപ്പൽ ശ്രീലങ്കയുടെ തീരത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുക്കിയ സംഭവം വലിയ വിവാദമായിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് സേനാഭ്യാസം കഴിഞ്ഞ് മടങ്ങിയതാണ്. ഇന്ത്യയുടെ ബാക്ക് യാർഡിലാണ് പ്രദേശം. ഇന്ത്യയെ നാണം കെടുത്തുന്ന രീതിയിലാണ് അമേരിക്ക ടോർപിഡോ പ്രയോഗിച്ച് ആ കപ്പൽ തകർത്തത്. അതിൽ 150 പേരുണ്ടായിരുന്നു, 32 പേരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഏതാണ്ട് 150ഓളം പേർ കടലിൽ മുങ്ങിപ്പോയി മരിച്ചുപോയി എന്നുള്ളതാണ്. ഇത് വല്ലാത്ത അന്താരാഷ്ട്ര വിവാദമായിരിക്കുകയാണ്. മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് അറിയിപ്പ് കൊടുക്കണം, മുന്നറിയിപ്പ് നൽകണം, ഒന്നും നൽകിയിട്ടില്ല. ഒളിച്ചു വന്ന് 1500 കിലോ തൂക്കമുള്ള 6 മീറ്റർ വീതിയുള്ള ടോർപിഡോ അന്തർവാഹിനിയിൽ നിന്ന് അയച്ച് ഇത് തകർക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സേത്ത് തന്നെ പറഞ്ഞത് ഇത് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണെന്നാണ്. അത് തന്നെ നുണയാണ്. 1941 അമേരിക്കയുടെ പേൾ ഹാർബറിൽ 12 അമേരിക്കൻ കപ്പലുകൾ ജപ്പാൻ മുക്കിയിരുന്നു. അതായിരിക്കും അദ്ദേഹം ഓർക്കുന്നത്. അതിനപ്പുറത്തേക്ക് ചരിത്രം അറിയില്ല. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ 13 ദിവസം കൊണ്ട് വിജയിച്ചെങ്കിലും ഇന്ത്യയുടെ കുക്രി എന്ന കപ്പൽ ഗുജറാത്തിലെ ദിയുവിൽ വെച്ച് മുക്കിയത് പാകിസ്ഥാൻ അന്തർവാഹിനിയാണ്. ടോർപിഡോ 3 ടോർപിഡോ ഹിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ക്യാപ്റ്റൻ, ഇന്ത്യൻ ക്യാപ്റ്റൻ കപ്പലിനോടൊപ്പം രക്ഷപ്പെടാൻ സമ്മതിക്കാതെ കപ്പലിനോടൊപ്പം മുങ്ങുകയായിരുന്നു, അധികം മരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാകുന്നു, യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്നെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഏതാണ്ട് നിർത്തി എന്നുള്ളത് ആശ്വാസമാണ്. ഇസ്രായേലും ഇറാനും തമ്മിലാണ് ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ. ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ക്ലസ്റ്റർ ബോംബ് ആക്രമണം ഇസ്രായേലിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. കാരണം ഒരു ബോംബ് ചെന്ന്, ബാലിസ്റ്റിക് മിസൈൽ ചെന്ന് അത് 20-30 കഷ്ണങ്ങളായി 7 കിലോമീറ്റർ ഉയരത്തിൽ പൊട്ടിത്തെറിച്ച് 8 കിലോമീറ്റർ ചുറ്റളവിലാണ് വീഴുന്നത്. അത് തടയാൻ അയൺ ഡോമിന് കഴിയുന്നില്ല. അതുപോലെ ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഫത്ത-1 ആൻഡ് ഫത്ത-2 പല പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ഇസ്രായേലിൽ വീഴുന്നു. അത് ഇസ്രായേലിന് വല്ലാത്ത ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് ആരോപണമായിട്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വന്നിട്ടുണ്ട്, ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാൻ പാടില്ല. തിരിച്ച് ഇറാന്റെ നഗരങ്ങളിൽ വലിയ രീതിയിലുള്ള വേവ് ഓഫ് അറ്റാക്കാണ് ഇസ്രായേലും അമേരിക്കയും കൂടി നടത്തുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്ര റവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡ് സെന്റർ തകർത്തിട്ടുണ്ട്. ഒരുപാട് റവല്യൂഷണറി ഗാർഡ്സിന്റെ മേധാവികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഡാൻ കെയ്ൻസ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ഉള്ളിലേക്ക് കയറി ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ്. കൂടുതൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.